2 ദിവസം മഴയില്ലാത്തതുകൊണ്ട് തുണിയൊക്കെ ഒന്ന് ഉണയും കിട്ടി. അതുകൊണ്ട് കുഴപ്പമില്ല. സമയം 10 മണിയായി. ഇവൻ ഇനി എണിച്ചില്ലേ? ആ, നീ എണീറ്റാ? അമ്മ ചായ ഇട്ട് തരട്ടെ? വേണ്ടമ്മ. ആകെ ഈ ജോലി കിട്ടുന്ന പ്രതീക്ഷ അതും പോയി. ചോറെടുത്ത് വെക്കട്ടെ? എനിക്ക് വേണ്ട. അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. അമ്മ, എന്താടാ? എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയുന്നില്ല അമ്മ. എന്ത് പറ്റി? എല്ലാവരും മുന്നോട്ട് പോകണം അമ്മ, ഞാൻ മാത്രം ഇവിടെ. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ടടാ. ഇപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പോട്ടെ. പിന്നെ നമുക്കെന്താ വെച്ചാ നോക്കാം. അച്ചോ, നീ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ സ്കൂളിൽ പോയിട്ട് വരുമ്പോ കരഞ്ഞുകൊണ്ട് വന്നില്ലേ? എന്തിനാ കരഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നീ അന്നൊരു കാര്യം പറഞ്ഞ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടാ. അമ്മ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അന്ന് നീ എന്നെ വിശ്വസിച്ചു. ഇപ്പൊ നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഇല്ലാണ്ടായാ? കുറച്ച് വൈകിയാലും നിനക്ക് ജോലി കിട്ടൂടാ, നീ പേടിക്കണ്ട. അതുവരെ നീ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ട. വാ, വന്ന് കഴിക്ക്. കഴിക്ക്. ജീവിതത്തിൽ ജയിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, ഒരു നല്ല വീട് വേണം. പക്ഷെ ഞാൻ തോറ്റപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാതെ എൻ്റെ കൂടെ നിന്ന് എന്നെ കാത്തിരുന്ന ഒരാളുണ്ടായിരുന്നു. ലോകം എന്നെ വിട്ടുപോയാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ.